എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്, അതിലേറെ സങ്കടമുണ്ട്. കാരണം ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെ എല്ലപ്പോഴും എനിക്കൊരു സംശയം, എന്നെ സംശയം വല്ലാതെ അലട്ടുന്ന മനുഷ്യന്മാരാണ് പോലീസുകാർ. പോലീസും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കിപ്പം നിങ്ങളെ മുഖത്ത് കാണുന്ന ടെൻഷൻ എന്താ അറിയോ? ഐസ്ക്രീം കഴിഞ്ഞാൽ ഇനി ജ്യൂസ് ഉണ്ടാവുമെന്നില്ല ഞങ്ങളുടെ ടെൻഷൻ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ്സിനെ കുറിച്ചോ ഇങ്ങനെ ഒരു പരിപാടിനെ കുറിച്ചോ നിങ്ങളെ മനസ്സിലില്ലേ? പിന്നെ രാത്രി കുഴിമന്തിയാണോ, അങ്ങനെ കുറെ അത് മറ്റേ അൽക്കാമന്തി ആയിരിക്കുമോ എന്നുള്ള ടെൻഷനാണ്. മനുഷ്യൻ അത് മാത്രമാണ് വിഷയം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മക്കളെയൊക്കെ കാണുമ്പോൾ എൻ്റെ സങ്കടം എന്താ അറിയോ? ഈ മക്കളൊക്കെ ഈ ഭൂമുഖത്ത് ജീവിച്ചു തീർക്കാനുള്ള ശക്തി ഈ മക്കൾക്ക് ഉണ്ടോ എന്നുള്ള എൻ്റെ ടെൻഷൻ. ഈ മക്കളൊക്കെ ആപത്തിൽപ്പെടാതെ എത്ര കാലം മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പ്രത്യേകിച്ച് നരിക്കുനി എനിക്ക് പരിചിതമായ നാടാണ്. ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയ ഒരു നാട് നരിക്കുനിയാണ്. ഈ നരിക്കുനിയിൽ തന്നെയാണ് ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന ഒരു ഭൂമിയും നരിക്കുനിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ നാടിനെ പേടിയാണ്. താമരശ്ശേരി നരിക്കുനി ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലം ഇതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളോട് ഒന്ന് രണ്ടാളുകളെ പരിചയപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂ. ഒന്ന് അഫാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പുത്രനാണ്. അഫാൻ ഒരു കുടുംബത്തിൽ നല്ല അച്ഛനും ഉപ്പയ്ക്കൊക്കെ പിറന്നു വന്ന 23 വയസ്സുള്ള ഒരു മനുഷ്യന്റെ പേരാണ് അഫാൻ. ഇതേപോലെ ഐസ്ക്രീമൊക്കെ തിന്ന് കുടുംബസംഗമത്തിലൊക്കെ പങ്കെടുത്ത് ഗംഭീരമായി പഠിച്ച് വളർന്ന് അവസാനം 18ാമത്തെ വയസ്സിൽ നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുവാൻ വേണ്ടി, കുടുംബത്തിന്റെ അഭിമാനം കാക്കുവാൻ വേണ്ടി 2.25 ലക്ഷം റുപ്യയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ബൈക്ക് മേടിച്ച ഒരു മകന്റെ പേര് അഫാൻ എന്നാണ്. അതിനുശേഷം അവൻ നാട്ടിലൂടെ ആളുകളുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു കുമ്മിള് പോലത്തെ മുടിയും പറക്കുന്ന ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആ നാട്ടിലെ ആളുകൾക്ക് അഫാനെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ 23 വയസ്സ് വരെ അഫാൻ ഇങ്ങനെ വളർന്നപ്പോ അഫാൻ ഒരു പ്രണയവും ഉണ്ടായി. അതാണ് ഏറ്റവും രസം. ഒരു പണിക്കും പോവാത്ത 2.25 ലക്ഷം റുപ്യയുടെ ബൈക്ക് എന്നൊരൊറ്റൊരു സങ്കല്പത്തിന്റെ പേരിൽ, പറക്കുന്ന മുടിയുടെ പേരിൽ പെൺകുട്ടികൾ ആരാധിച്ച മനുഷ്യനും അഫാനായിരുന്നു. ആ അഫാനാണ് അവസാനം തന്റെ കുടുംബത്തിലെ ഹൃദയബന്ധത്തിനപ്പുറത്തേക്ക്, രക്തബന്ധത്തിനപ്പുറത്തേക്ക്, തന്റെ സൗഹൃദത്തിന്റെ അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യന്മാരെയും ഹാമർ കൊണ്ട് തലക്കടിച്ചു കൊന്ന മനുഷ്യന്റെ പേര് അഫാൻ എന്നാണ്. 23 കൊല്ലം വളർത്തിക്കൊണ്ടുവന്ന, അവന്റെ എല്ലാ കാര്യങ്ങളിലും അവന്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒന്നിച്ചു നിന്ന് ബാപ്പയോടും വല്യപ്പയോടും കടം വാങ്ങിച്ചു കൊടുത്ത അവന്റെ ഉമ്മയെയാണ് അവൻ ആദ്യമായി തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. ആ ഉമ്മ ഭാഗ്യത്തിന് സിനിമയിൽ കാണുന്ന പോലെ അടി കിട്ടിയപ്പോ ഇങ്ങനെ ഇറങ്ങിയപ്പോ അഫാൻ വിചാരിച്ചു ഉമ്മ മരിച്ചു എന്നാ. പിന്നീട് അവൻ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് മാറ്റിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് രണ്ടാമത് പോകുന്നത് അവന്റെ വല്യുമ്മയെ കൊല്ലാനാണ്. വല്യുമ്മയെ തലക്കടിച്ച് കൊന്നതിന് ശേഷം, വല്യുപ്പയെ കൊന്നതിന് ശേഷം അവൻ സ്വന്തം വീട്ടിലേക്ക് വന്ന് അവന്റെ കാമുകിയെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ ആ വീട്ടിലേക്ക് പറന്നു വരാൻ ആ കാമുകിക്ക് ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ സമയം തന്നെയായിരുന്നു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ അനിയൻ. 9ാം ക്ലാസ്സിലെ അനിയൻ അതേസമയം സ്കൂൾ വിട്ടു വരുന്ന സമയമായതുകൊണ്ട് ഈ കാമുകിയും അനിയനും തമ്മിലും ഏറ്റുമുട്ടാതിരിക്കാൻ, കണ്ടുമുട്ടാതിരിക്കാൻ ഈ 9ാം ക്ലാസ്സിലെ അനിയനെ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കുഴിമന്തി വാങ്ങാൻ 100 റുപ്യ കൊടുത്തയക്കുകയാണ്. ആ CCTV വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ആ 9ാം ക്ലാസ്സിലെ മകൻ എത്രയേറെ കൊതിയോടുകൂടിയാണ് ഈ കുഴിമന്തി വാങ്ങി വീട്ടിലേക്ക് വരുന്നതെന്ന്. അപ്പോഴേക്കും അവന്റെ കാമുകിനെ തലക്കടിച്ചു കൊന്നതിന് ശേഷം ഈ അഫാൻ ഈ 9ാം ക്ലാസ്സിലെ അനിയനെ ആ കുഴിമന്തി തിന്നാൻ പോലും സമ്മതിക്കാതെ മൃഗീയമായി ചതച്ചരച്ചു കൊന്നു കളഞ്ഞു. അപ്പൊ എനിക്ക് എൻ്റെ VKC കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കുടുംബത്തിൽ ഒരു അഫാൻ ഉണ്ടാവരുത്. നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു നാശം ഉണ്ടാവരുത്. അഫാന്റെ കുടുംബം വളരെ മോശം കുടുംബമൊന്നുമല്ല. അവന്റെ വാപ്പ ഗൾഫിലായിരുന്നു. കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് നാട്ടിലേക്ക് വരാൻ കഴിയാതിരുന്നതാ. പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു സംഗതി എന്താ പറയുക, അവന്റെ കാമുകിക്ക്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് അവൾ സെലക്ട് ചെയ്യുന്ന കാമുകനെ, ഭർത്താവിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചങ്ങാതിയെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ബൈക്ക് മാത്രം കണ്ടിട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പറ്റിയെന്നാ.
ആ ബൈക്കിൽ ഒഴിക്കേണ്ട പെട്രോളിന്റെ പൈസ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ആ പെൺകുട്ടിയുടെ ബാപ്പിയും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചോ? ഈ പറക്കുന്ന മുടി കുത്തനെ നിൽക്കാൻ 2400 റുപ്യ വേണം പോലും, ഇങ്ങനെ മുടി മാസത്തിൽ ഇങ്ങനെ നിൽപ്പിക്കാൻ. ആ 2400 റുപ്യ ഈ ചെക്കൻ എവിടെ നിന്നാണ് അധ്വാനിച്ച് കൊണ്ടുവന്നതെന്ന് ഈ കാമുകി, അത് കാമുകി മോശം കാമുകി ഒന്നല്ല, BSc 2ാം വർഷ കെമിസ്ട്രി സ്റ്റുഡന്റ് ആണ് കാമുകി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഏറ്റവും മനോഹരമായ കുടുംബത്തിൽ പിറന്ന ഒരു അഫാൻ ഇങ്ങനെ വീട്ടിൽ 5 പേരെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വലത്തെ വശത്തിരിക്കുന്ന, ഇടത്തെ വശത്തിരിക്കുന്ന, പുറകു വശത്തിരിക്കുന്ന മകൻ അഫാനായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം ദൃഢമാവുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തത് തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ക്ലാസ് എടുത്ത് വരുമ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞു, അവിടെയുള്ള ആ ഉമ്മയെ 29 വെട്ടുവെട്ടി കഴുത്തറച്ചു കൊന്ന ആ മകൻ പഠിച്ച സ്കൂൾ തിരുവമ്പാടി സ്കൂളാണ് പോലും. 10ാം ക്ലാസ് വരെ ഏറ്റവും നല്ല ദീനി ബോധത്തോടു കൂടി മദ്രസയിലും സ്കൂളിലും പഠിച്ച ചെക്കൻ കൃത്യം 2 വർഷം കൊണ്ടൊരു ഉമ്മയെ 29 വെട്ടുവെട്ടി കഴുത്ത് കീറാൻ മാത്രം വളർന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ എന്തിനാ പോറ്റുന്നത്? ഉപ്പയും ഉമ്മയും മക്കളും തമ്മിൽ എന്താണ് ബന്ധം? ഈ അഫാനും ഈ ചങ്ങാതിയും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ലജ്ജയുമില്ലാതെ കയറി വന്ന വാക്കുകൾ ഒന്ന് തന്നെ അവർ രണ്ടുപേരും പറഞ്ഞത്. അഫാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞെന്നറിയോ? പോലീസേ, ഞാൻ 7 ആളെ കൊല്ലണമെന്ന് വിചാരിച്ചതാ, പക്ഷെ സമയമായി പോയോണ്ട് 5 ആളെ കൊന്നിക്കുള്ളൂ. ഇതേ സമയം ഈ ഉമ്മയെ കൊന്ന ആ പൊന്നുമകൻ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പറഞ്ഞെന്നറിയോ? പോലീസേ, ഞാനൊരു കൊലപാതകം നടത്തിയിട്ടാ വരുന്നത്. ആരെയാണ് നീ കൊന്നതെന്ന് ചോദിച്ചപ്പോ ഒരു ലജ്ജയുമില്ലാതെ ഓൻ പറഞ്ഞ മറുപടി എന്നറിയോ? ഒരു ചെറിയ കൊലപാതകം, എൻ്റെ ഉമ്മയെ. എന്തിനാണ് നീ നിന്റെ ഉമ്മയെ കൊന്നതെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ മറുപടി, എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്നാ. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മുഖത്ത് ഇപ്പോഴും സങ്കടമില്ല. കാരണം നിങ്ങളെ മക്കളൊക്കെ ഗംഭീരന്മാരാണെന്ന്, A+ ഉണ്ട്, നല്ല സ്കൂളാണ് പഠിക്കുന്നത്, ഈ മൊബൈൽ ഫോൺ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല സഹതാപമുണ്ട് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന ആശങ്കയോട് കൂടി കാണുന്ന ഒരു ഭർത്താവാണ് ഞാൻ. എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഏത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് ഏത് നിമിഷവും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സഹോദരനാണ് ഞാൻ. എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന ഏത് സംഗതിയും എൻ്റെ നാട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നാട്ടുകാരനാണ് ഞാൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സങ്കടം. എനിക്ക് നിങ്ങളെല്ലാം കാണുമ്പോൾ സങ്കടമാണ്. എനിക്ക് കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സങ്കടമാണ്. കേരളം നമ്മളൊക്കെ പറയുന്ന ഗംഭീര നാടാന്നാ. നേരത്തെ സാറ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിലും ബുദ്ധിയിലും തട്ടിപ്പിലെല്ലാം നമ്മൾ തന്നെയാണ് മുമ്പന്തിയിൽ. പക്ഷെ അതേസമയം നിങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന 2-3 വിഷയങ്ങളുണ്ട്. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇല്ലായിരുന്നു മുമ്പ്. കൊറോണക്ക് മുമ്പ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. ശരിയാണോ തെറ്റാണോ? കൊറോണക്ക് മുമ്പേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒളിച്ചോടില്ലായിരുന്നു, ആരും ഒളിച്ചോടൂലേന്. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിനെ പോലീസിന് ഇഷ്ടാ, അമ്പാകം നോക്കണ്ടല്ലോ. കൊറോണക്ക് ശേഷം ആരാ ഓടുന്നേ, ആരാ തൂങ്ങുന്നേന്നൊരു അതിന് ജാതിയും മതമൊന്നുമില്ല. എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്. കാരണം എന്താ അറിയോ? എൻ്റെ സ്റ്റേഷനിൽ ദിവസം 3 ആളാ ഒളിച്ചോടുന്നത്. ഇന്ന് 3, നാളെ 3, മറ്റന്നാൾ 3, അങ്ങനെ നരിക്കുനി. ഇതേ ഈ സ്റ്റേഷൻ ഏതാ? കാക്കൂരല്ലേ? കാക്കൂര് സ്റ്റേഷനിൽ ദിവസം 4 ആൾ ഒളിച്ചോടുന്നുണ്ട് എങ്കിൽ 4 ആൾ ഇന്ന്, മറ്റന്നാൾ 4 ആൾ, അങ്ങനെ 4 ആൾ കഴിഞ്ഞ് ഒരു ദിവസം ആ ഒളിച്ചോട്ടം നിങ്ങളെ നേരെ അങ്ങ് വരും. അപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സങ്കടം അറിയോ? നിങ്ങളെപ്പാ ഒളിച്ചോടുന്നേന്നാ. അപ്പൊ നിങ്ങളെല്ലാം ഇപ്പൊ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇല്ലേ, ഇതിലെല്ലാം കുറെ ഒളിച്ചോടുന്ന ആളുണ്ട് കേട്ടാ. എനിക്ക് ഇവരൊക്കെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ 3750 ഒളിച്ചോട്ടം കണ്ടൊരു പോലീസുകാരനാണ്. 3750 ഒളിച്ചോടിയ പെണ്ണ്, കൂട്ടിക്കൊണ്ടുപോയ കോന്തപ്പെ, പുറകെ നടന്ന ശെങ്കിടികൾ, ഇവരുടെ അച്ഛൻ, അമ്മ, ബാപ്പ, ഉമ്മ എല്ലാവരോടും സംസാരിച്ച ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ അവരൊക്കെ കണ്ണുപോലെ നിങ്ങളെ കണ്ണ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഉമ്മ എന്നെ നോക്കിയിട്ട് ഞാനേടെ ഓടുവനാ, ഇനി എന്തിനാ എന്നെ നോക്കി ചോദിക്കുന്നതെന്നല്ല അമ്മ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളെയും വിശ്വാസമില്ല, എനിക്ക് നിങ്ങളീ സംശയം. കാരണം സംശയത്തിന് കാരണം എന്താ പറയുക? അതിന് കാരണമുണ്ട്. എൻ്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒളിച്ചോടിയ അമ്മയുടെ പ്രായം 83 കൂട്ടിക്കൊണ്ടുപോയ കാമുകന്റെ വയസ്സ് 87. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ അമ്മക്ക് 94 വയസ്സുണ്ടായിരുന്നു അന്നേരത്ത്.
ഈ 83 ഒളിച്ചോടി എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വന്നത് എൻ്റെ ഇപ്പൊ അമ്മ മരണപ്പെട്ടിട്ട് 6 മാസം തന്നേ ഉള്ളൂ. ആ 94 വയസ്സുകാരി എനിക്ക് പേടിയായിരുന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ആ അമ്മേന്റെ കഥ പറയാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. ആ 83നും 87നും ഈ മൂന്ന് മക്കളുണ്ടായിരുന്നു, 6 മക്കളുണ്ടായിരുന്നു. ഈ 6 മക്കളും ഉമ്മ ഒളിച്ചോടി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താ അങ്ങനെ ഇപ്പൊ ചിരിക്കാൻ പറ്റിയെന്നറിയോ? നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സങ്കടം വരാത്തതെന്നറിയോ? നിങ്ങളെ വീട്ടിൽ ആത്മഹത്യ നടക്കില്ല എന്നുള്ള ആത്മവിശ്വാസം കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പൊ ഒളിച്ചോട്ടവും ആത്മഹത്യയൊക്കെ കേരളത്തിൽ സജീവമാണ് എങ്കിൽ നമ്മളെ വീട്ടിലേക്കും VKC കുടുംബത്തിലേക്കും വരുമെന്നുള്ള നല്ല ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാവണം. ആശങ്ക കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ആ ആശങ്കയിൽ നിന്ന് അവരെ ചേർത്ത് പിടിക്കാൻ, അങ്ങനെ ഒരു ആപത്തിലേക്ക് മക്കളെ നമ്മളെ കുടുംബത്തെ പോകാതിരിക്കാൻ വേണ്ട പ്രതിരോധങ്ങളും തന്ത്രങ്ങളും മന്ത്രങ്ങളും സ്വീകരിക്കേണ്ടത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പാരൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളെ വീട്ടിൽ ഇത് എപ്പോഴും ജാഗ്രതയോടുകൂടി നിൽക്കണം. പക്ഷെ ഈ 6 മക്കളെ കണ്ട രീതിയിൽ 6 മക്കൾക്കും സ്വന്തം അച്ഛനും അമ്മയും ഒളിച്ചോടുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറ്റുന്നില്ല. ഓല് ആവുന്ന പോലെ ഉച്ച വരെ പരതി. ഉച്ചയ്ക്ക് ശേഷവും ഓലിക്ക് കിട്ടൂല എന്നായപ്പോ ഒരു മെല്ലെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. SI പറഞ്ഞു ഇരിക്കൂ. 6 ആളും ഇരുന്ന്. SI ചോദിച്ചു എന്താണ് വന്നത് എന്ന് ചോദിച്ചപ്പോ ഇവർ പറഞ്ഞു പോയി. ആര് പോയി, എന്ത് പോയി, എങ്ങനെ പോയി എന്ന് ചോദിച്ചപ്പോ ഈ 6 പേർക്കും അച്ഛൻ പോയി, ഉമ്മ പോയി, ഉപ്പ പോയി എന്ന് പറയാൻ പറ്റുന്നില്ല. അവസാനം SI ചോദിച്ചു ആരാ പോയ, അതിന്റെ ഫോട്ടോ ഉണ്ടോ? ഉടൻ തന്നെ ബേക്കിലുള്ള ആള് മൊബൈൽ ഫോണിൽ നിന്ന് പോയ ആളിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. 83 വയസ്സുകാരിയായ സുന്ദരി പെണ്ണ്. SI കസേലയെ മുന്ന് ഉരുണ്ട് താഴെ വീണ്. പിന്നെ SIനെ കാണുന്നില്ല. ഇവർ 6 ആളും പറഞ്ഞു SI പോയി. അതോടുകൂടി പോലീസുകാർക്ക് പേടിയായി. പോലീസുകാർ ഓടി വന്ന് നോക്കുമ്പോൾ SI ഏടിയും പോയിക്കില്ല. SI കസേലന്റെ ബേക്കിൽ ഇങ്ങനെ കിടക്കുക. നമ്മൾ ഏന്തി നോക്കുമ്പോൾ കണ്ട കാഴ്ച SI സംശയമാണല്ലോ, പോലീസുകാരനൊക്കെ എപ്പോൾ സംശയം ഉണ്ടല്ലോ. SIന്റെ അമ്മക്ക് 79 വയസ്സാണ്. SI ആടെ കിടന്നിട്ട് വിളിച്ചു നോക്കും, അമ്മ നിങ്ങളാടെ ഉണ്ടാ? പശു പുല്ല് തിന്നിനാ? 2 ആടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ആശങ്കയോടുകൂടി എല്ലാവരും വീട്ടിലുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് SI കസേലമേലേക്ക് ഇരുന്നത്. അവസാനം SI പറഞ്ഞു പിടിക്കണം ഈ 2 കാമുകീനിയും. പോലീസ് ജാഗ്രതയോടുകൂടി മരണപ്പാച്ചൽ പാഞ്ഞപ്പോ ഇല്ലേ, രാത്രി 10:45 കാമുകീനിയും നമ്മൾ പിടിച്ചെടുത്ത്. എവിടുന്നറിയോ? കണ്ണൂർ പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ പ്രത്യേകത വെറുതെ ഭക്ഷണം, വെറുതെ പായി, ഏത് ജാതിക്കും ഏത് മതത്തിനും പോകാൻ പറ്റാം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇനി പോണ്ട. നിങ്ങൾ ഒളിച്ചോടിയാൽ ആദ്യം പോലീസ് ചെന്ന് നോക്കുന്ന സ്ഥലം അതാണ്. പായക്ക് പായ, ചോറിന് ചോറ്, എല്ലാ സാധനവും ഫ്രീ ആടാ. നമ്മൾ 10:45 ചെന്ന് നോക്കുമ്പോൾ ഈ കാമുകനും കാമുകിയും അമ്പയരും തേങ്ങയും തിന്നുന്നാടുന്ന്. അവിടുന്നാണ് കാമുകീനിയും പിടിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. ആ ഉമ്മ നഷ്ടപ്പെടാതിരിക്കാൻ, ഉമ്മ ഒളിച്ചോടാതിരിക്കാൻ ഇന്ന് മുതൽ നിങ്ങൾ ജാഗ്രതയോടുകൂടി നോക്കിക്കോളി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, 95 വയസ്സുള്ള അമ്മ ഉണ്ടിരിക്കും. അമ്മ വാതിൽ തുറന്നിരുന്നൊക്കെ അമ്മയാ എനിക്കൊരു ഭാര്യയുണ്ട് കേട്ടോ. ഓളി ഇതുവരെ വാതിലോ ഉറങ്ങിക്കോ ഒന്നും ഓളറിയില്ല. എൻ്റെ അമ്മയാണ്. ഞാൻ എപ്പോൾ തിന്നാലും വാതിൽ തുറന്നു തരുന്ന ഒരു ദൈവത്തെ പോലെയുള്ള ഒരാളാണ് എൻ്റെ അമ്മ. അമ്മ നഷ്ടപ്പെട്ടാലേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എനിക്ക് ഭാര്യ എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. പക്ഷെ ഓളെന്താന്ന് അറിയില്ല, 8 മണിക്കൊക്കെ ഉറക്കം വരും. ഭർത്താവ് വന്നോ പോയോ തിന്നോ എന്നൊന്നും നോട്ടല്ല. നിങ്ങളല്ല കേട്ടോ, VKC കുടുംബം അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. VKCയിൽ ഭാര്യയും ഭർത്താവെല്ലാം തങ്കപ്പെട്ടാന്ന് എനിക്കറിയാം. നിങ്ങൾ കുടുംബത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്? നിങ്ങൾ മിണ്ടൊന്നുമില്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കഞ്ചാവാറ്റം വെക്കുവാൻ വന്നൊരുത്തെ. നിങ്ങളെല്ലാം നല്ല ആള്. നിങ്ങൾ ഈ ഇരുത്തം വീട്ടിലിരുന്നിക്കേണ്ട ഒരൊറ്റ ഭാര്യ അങ്ങോട്ടേക്ക് വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, കുറച്ച് മനുഷ്യന്മാരെ പോലെ ഇരിക്കണം നിങ്ങൾ. ഞാൻ പെട്ടെന്ന് ക്ലാസ് വൈകിട്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം എന്തെങ്കിലും എല്ലാം പറഞ്ഞാൽ നമുക്ക് ആവിയിടാണ്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഞാൻ ചോദിച്ചത് എന്തായിരുന്നു? ഞാനിപ്പോൾ ചോദിച്ചത് എന്തായിരുന്നു? കുടുംബത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? വാട്ട് ഈസ് കുടുംബം? എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇത്രയും കള്ളത്തരം പറയുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത്, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് അങ്ങനെ സാർ എങ്ങനെയുണ്ട് കല്യാണം കഴിച്ചിട്ട്? ഭാര്യനെ കാണുമ്പോൾ ഇമ്പം തന്നെയാണോ? ഭാര്യനെ കാണുമ്പോൾ എല്ലാം ഇവിടെ കണ്ണാ, ഒരു ചോറൂറിൽ അങ്ങോട്ട്, അപ്പോൾ ഭാര്യ ഒരു ഉരുള ഇങ്ങോട്ട്, അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഉണ്ടോ? അവിടെ എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങനെയാണോ? കാണുമ്പം ഒരു ചോറ് ഉരുള അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. കാണുമ്പോ എങ്ങനെയാ?
ഇങ്ങനെ ഇല്ലേ ഉണ്ട് കണ്ട കറക്റ്റ് കണ്ട. കുട്ടികൾ ഒരിക്കലും കള്ളം പറയില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് എൻ്റെ കുടുംബത്തിന് തന്നെ എനക്കും വരും. ഞാനും ഈ കുടുംബത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞു തന്നെ തുടങ്ങാം. ശരിക്കും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് നമ്മളെ വിശ്വാസം, അങ്ങനെയാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ പല കുടുംബത്തിലും 90% കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ പറയാം, ഞാൻ അങ്ങനെയല്ല. ഞാനും ഓളും കൂടുമ്പോൾ ഇമ്പല്ല, ഭൂകമ്പം കാണും മടിയാണ്. പിന്നെ എങ്ങനെ എൻ്റെ മക്കൾ നല്ലോണം ജീവിക്കുക എന്ന് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല കുടുംബം. കുടുംബം മീൻസ് ഉപ്പയും ഉമ്മയും മക്കളും ഉപ്പാപ്പയും കാരണവന്മാരും ഒരേ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ജീവിക്കുന്ന സ്ഥലമാണ് കുടുംബം. ജനിക്കുന്ന കുട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം, മരിക്കാൻ പോകുന്ന മനുഷ്യന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. ഉപ്പക്കും ഉമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും പണ്ടേ ഉത്തരവാദിത്വം ഉണ്ടാവണം. അങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ള ഏതെങ്കിലും ഉമ്മ മക്കളെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോകുമോ? അങ്ങനെ ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും കുട്ടി ഉപ്പേനെയും ഉമ്മേനെയും ധിക്കരിച്ചുകൊണ്ട് തൂങ്ങി മരിക്കുവോ? ഇല്ല. ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെടുന്ന കുടുംബത്തിൽ നാശങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല കുടുംബം. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിങ്ങൾ ജനിക്കുന്ന കുട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. ഈ കുട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. ഓൻ ഐസ്ക്രീം തിന്നണ്ട അങ്ങയല്ല, നമ്മളെല്ലാം തിന്നും ഓലും തിന്നണം. അങ്ങനെ അതേ രീതി. അല്ലാണ്ട് ഇവര് എൻ്റെ വീട്ടിൽ നിങ്ങളല്ലട്ടോ പറയുന്നത്, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ മക്കളെ പോറ്റുന്നുണ്ടാവുകയായിരിക്കും. ഐറ്റുകൾ ഇങ്ങനെ തിന്നുവാനായിട്ട് ഓലൊരു പണിയൊന്നും എടുക്കണ്ട. ഓലിങ്ങനെ കാണുമ്പം തിന്നോ, ഇങ്ങനെ കുളിച്ചോ, അങ്ങനെ അതല്ല കുടുംബം. ഞാൻ ഭാര്യയുടെ എത്രയോ പ്രാവശ്യം പറയുന്നത്, ഭാര്യയെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു 23 വയസ്സിൽ നമ്മളെ മക്കൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതേ രീതിയിൽ ഈ കുട്ടികൾ ഇപ്പം പോറ്റണം. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടി എഴുന്നേറ്റ് നിൽക്കണം. കാണുമ്പോൾ ടേബിൾ മാനേഴ്സ് കൃത്യമായി പാലിക്കണമെങ്കിൽ ഈ കുട്ടീനെ പഠിപ്പിക്കണം നിങ്ങൾ. അല്ലാണ്ട് ഈ കുട്ടി 22 വയസ്സാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എണീറ്റ് വെക്കുവാനോ പെട്ടെന്ന് ടേബിൾ മാനേഴ്സ് കാണാനോ ബാപ്പേനും ഉമ്മേനും സ്നേഹിക്കാനും ഒന്നും ഈ കുട്ടിക്ക് പറ്റൂല. ഈ കുട്ടി അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുത്തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ മെനക്കെട്ടോളണം. എല്ലാം ഡീറ്റെയിൽ പഠിക്കേണ്ട സാധനമല്ല. പഠിക്കല് എപ്പോഴെങ്കിലും പഠിച്ചോളൂ. നിങ്ങളെല്ലാം ഭയങ്കര പഠിപ്പാനല്ലോ, ഞാനെല്ലാം ഭയങ്കര പഠിപ്പേനു. എനിക്ക് ചിരി വരും. ഇപ്പൊ ഞാൻ നിങ്ങളെ പ്രസംഗിക്കാൻ വന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരിക. എനിക്കായി 9ാം ക്ലാസ്സിലെ മാർക്കെല്ലാം നിങ്ങൾ കാണണം. BSNL ഫോൺ നമ്പർ പോലത്തെ എൻ്റെ പ്രോഗ്രസ് കാർഡ് 9400. 9 മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡിൽ 4 ഇംഗ്ലീഷിൽ. ഞാൻ ഇതുവരെ 0ൽ അപ്പുറം പോയില്ല. എന്നിട്ട് ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് 10ാം ക്ലാസ് വരെ ജയിച്ചോന്നല്ലോ എന്തെന്നാ. അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസത്തിലൊന്നും വലിയ സംഗതിയൊന്നും തോന്നും. വിദ്യാഭ്യാസം നല്ലത് തന്നെ, പക്ഷേ നമുക്ക് പഠിക്കേണ്ടുന്ന ശീലങ്ങളും ശീലക്കേടുകളും പഠിക്കുക എന്നുള്ളതാണ്. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത എൻ്റെ അച്ഛന് വലിയ റോൾ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ അപ്പുറത്തെ മുഹമ്മദിന്റെ ബാപ്പയും എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ശക്തനായിരുന്നു മക്കളെ പോറ്റുന്ന കാര്യത്തിൽ. പക്ഷെ ഞാൻ ഒരു അച്ഛൻ എന്ന രീതിയിൽ ഞാനൊരു പരാജയമാണ്. എനിക്ക് എൻ്റെ മക്കളെ എങ്ങനെ പോറ്റണം എന്ന് ഇതുവരെ മനസ്സിലാക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായിക്കോ? നിങ്ങളെങ്ങനെ മക്കളെ പോറ്റുന്നേ? അങ്ങ് പോറ്റു തന്നെ. അങ്ങട്ടല്ലേ ഓൻ എന്തെന്നാ കൊടുത്ത അതുപോലെ തന്നെ എൻ്റെ മോനും. അപ്പോഴത്തെ പെണ്ണ് ട്രൗസറാ കൊടുത്ത്, ഇനി ഒന്നും ഉടുക്കണ്ട. അങ്ങനെ അതിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം അവിടെ. ശരിയല്ലേ? മക്കളെ എങ്ങനെ പോറ്റണം നിങ്ങൾ ആരെങ്കിലും പഠിച്ചോ? പിന്നെ എങ്ങനെയാ കുടുംബം നിലനിർത്തുക? കുടുംബം നിലനിർത്തുന്നത് മക്കളല്ലേ. എനിക്ക് കല്യാണം എങ്ങനെയാണ് കഴിച്ചേ? നിങ്ങളെല്ലാം കല്യാണം കഴിച്ചിട്ട് സംതൃപ്തരാണോ? സത്യ പറയണ്ടോ എന്നോട്? അല്ല, നിങ്ങൾ ഭയങ്കര സംതൃപ്തിയാ? ഭയങ്കര. ഇവര് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ കണ്ടിന് കേട്ടോ. ദൃശ്യം സിനിമ അങ്ങനെ എന്ത് ചോദിച്ചാലും വിട്ട് പറയരുത്. ഒരു മലക്കും കുത്തം പറഞ്ഞിട്ടും തലങ്ങും വിലങ്ങും ചോദിക്കും. എന്നാലും നമ്മളെന്ത് പറയരുത്, പരിധി വിടരുത്. അപ്പൊ ആദ്യമേ ഇവരിങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട്. എന്തായാലും ഞാൻ എൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കുടുംബം തന്നെയാണോ, എന്നെ പോലത്തെ കുടുംബമാണോ എന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഞാനും ഭാര്യയും, ഞാൻ കല്യാണം കഴിക്കൂല എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നു. 21ാമത്തെ വയസ്സിൽ പോലീസിൽ വന്നപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന പ്രശ്നങ്ങളെല്ലാം നരകിച്ച പ്രശ്നങ്ങളാണ്. ഭാര്യയും ഭർത്താവും അടി, അങ്ങട്ടയിലുള്ളവനായിട്ട് ഉന്ത്, അമ്മായിയമ്മ തോണ്ടുന്ന്, കാരണോർ വലിക്ക്, ഇങ്ങനെ ഭയങ്കര പ്രശ്നം തന്നെ. ഞാൻ വെച്ച് കല്യാണം വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാലോ. അങ്ങനെ 33 വയസ്സുവരെ ഞാൻ കല്യാണം കഴിക്കാണ്ട് നിന്ന്. അതുവരെ ഞാനില്ലേ ചങ്കൂറ്റത്തോടു കൂടിയാണ് ജീവിച്ചത്. പക്ഷെ എൻ്റെ കൂട്ടുകാർ ചതിച്ച് ഓലെ ഇനി ഏടെ കണ്ടാൽ ഞാൻ കൊല്ലു. ഓലെ എൻ്റെ മുമ്പിൽ ഇപ്പം വന്നില്ല. ഓലെല്ലാം പറഞ്ഞ് കഴിച്ചോ. ഞാൻ അത് അമ്മ പറയിപ്പിച്ചാന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, എല്ലാ കൂട്ടുകാരെ എന്തിനാ ഈ കല്യാണം കഴിക്കുന്നത്, വെറുതെ എന്തിനതിനെ കൊണ്ടൊരു ഗുണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ മറുപടി എന്നറിയോ, വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കണ്ട, എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഗുണം എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്നറിയോ, കുളിക്കുവാൻ പോകുമ്പോൾ സോപ്പ് എടുത്ത് തരുക.
എൻ്റെ വീട്ടിൽ കുളിമുറി പുറത്താണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഓടിപ്പോയി കുളിക്കുമ്പോൾ അവിടെ സോപ്പ് ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് സോപ്പ് അമ്മയോട് പറയുമ്പോൾ അമ്മേൻ്റെ ഇങ്ങനെയുള്ള ഒരു ചൊറിച്ചൽ ഞാൻ കേട്ട് മടുത്ത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ റെഡി. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ ഇങ്ങനെ കുളിക്കാൻ പോകുന്നു, സോപ്പ് മറക്കുന്നു, ഇവളിങ്ങനെ വരുന്ന് സോപ്പ് എടുത്ത് തരും. നല്ല രസമില്ല അത് കാണാൻ. രണ്ടാമത്തവൻ പറഞ്ഞ് വലിയ ഗുണമൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ട, തോർത്ത് ചോലിട്ട് തരിക. ഞാനിങ്ങനെ കുളിക്കാൻ പോകുന്നു, എൻ്റെ ഭാര്യ ഇങ്ങനെ വരുന്ന് തോർത്ത് ചോല്. നല്ല രസമില്ല അത് കേൾക്കാൻ. മൂന്നാമത്തവൻ പറഞ്ഞല്ല ഞാൻ വീണുപോയത്. മൂന്നാമത്തവൻ പറഞ്ഞ് വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ പറയാന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞ മറുപടി എന്നാ അറിയോ? പുറം ചൊറിയുമ്പം ചൊറിഞ്ഞു തരിക. എനിക്കാണെങ്കിൽ 32ാമത്തെ വയസ്സിൽ നല്ല ചൊറിച്ചലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് പുറം ചൊറിയും ഒരാൾ. ഓൻ്റെ അനുഭവത്തിലായിരിക്കുമല്ലോ ഞാൻ അങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊന്നുമല്ല എൻ്റെ വിഷയം. ഞാൻ കല്യാണം കഴിക്കുന്നത്, എനക്കൊന്നും കല്യാണം എന്തിനാ കഴിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ കല്യാണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രണയിച്ചത് കല്യാണം നിശ്ചയിച്ചതിന് ശേഷം കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു 5 മാസം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഈ 5 മാസമാണ് ഞാൻ മനസ്സ് തുറന്ന് എൻ്റെ ഭാര്യയെ പ്രണയിച്ചത്. നല്ല രസാട്ടോ. ഞാൻ ഫോൺ കൊടുക്കൂല എന്ന് തീരുമാനിച്ച്, ഞാൻ അവളോട് സംസാരിക്കൂല എന്ന്. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. പക്ഷെ എൻ്റെ പെങ്ങളൊക്കെ ഒരു ഫോൺ കൊണ്ടുകൊടുത്തായിരുന്നു. ഈ ഫോൺ ഓക്ക് കിട്ടിയപ്പോൾ ഓൾ എന്നെ മിസ് കോള്. ഞാൻ ഫോൺ എടുത്തില്ല. ഒരു 150 മിസ് കോൾ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു മിസ് കോൾ ആയത്. ഒരുത്തി ഇങ്ങനെ മിസ് കോൾ അടിക്കുമ്പോൾ നമ്മൾ എടുക്കണ്ടേ. അങ്ങനെ 152ാമത്തെ മിസ് കോളിന് ഞാൻ അങ്ങ് എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഹായ്. അപ്പാട് ഓള് പോയി. അപ്പാട് ഞാൻ ഹായ്. ഞാൻ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ വിളിക്കുമ്പോൾ ഹായ് പറയുമ്പോൾ പോയി, നല്ല രസമില്ലേ. പക്ഷെ ഓള് പിന്നെ എന്നോട് പറഞ്ഞു വാട്സപ്പ് തുടങ്ങും. അങ്ങനെ ഞാൻ അവള് പറയുന്നത് കേട്ടിട്ട് വാട്സപ്പ്, ഞാൻ 33 വയസ്സ് വരെ ഇതൊന്നും ഞാൻ തൊടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണ് വാട്സപ്പ് തുടങ്ങുന്ന പറഞ്ഞപ്പോൾ എന്നോടങ്ങ് തുടങ്ങിപ്പോയി. ഞാൻ ഉളുപ്പില്ലാണ്ട് തുടങ്ങി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താ അറിയോ? ഓള് രാവിലെ ആകുമ്പോൾ ഗുഡ് മോർണിംഗ്, അപ്പോൾ ഞാനൊരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അപ്പോൾ ഓള് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഗുഡെല്ലാം ഉണ്ടായിക്കോട്ടെ. ഇങ്ങനെ ഗുഡ് അതിന് ഉച്ചക്കും രാവിലെക്കും നടുവിൽ ഗുഡൊന്നും ഇല്ലല്ലോ. നമ്മൾ എന്ത് അയക്കുമ്പോഴും തിരിച്ചിങ്ങോട്ട് അയക്കും. നല്ല രസമില്ലേ? രാത്രി ഉറങ്ങുമ്പോൾ പോകുമ്പോൾ ഒരു ഉമ്മയും. അതാണ് എൻ്റെ. പിന്നെയാണ് വിചാരിച്ചു പണ്ടേ കഴിക്കാനും ഇത് നല്ല രസമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് പറയുമ്പോൾ ഹോയ്. ഇങ്ങനെ നമുക്ക് ടെൻഷനെല്ലാം അടിക്കുമ്പോൾ ഒരു മെസ്സേജ് അങ്ങ് അയച്ചാൽ അപ്പം തന്നെ അങ്ങേപ്പുറത്തുനിന്ന് മറുപടി വരും. രാത്രി ഉറങ്ങുമ്പോൾ ഒരു ഉമ്മ. ഡ്യൂട്ടിക്കിടയിൽ നമുക്ക് പലപ്പോഴും ഉമ്മ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷെ പിറ്റേന്ന് രാവിലെ ഫോൺ എടുക്കുമ്പോൾ ഓള അടി കൂടുന്ന ശബ്ദമുണ്ട്. ഇന്നലെ തുമ്മ എടുത്തു നിങ്ങൾക്ക്. ഞാൻ ഒരു അടച്ചോനെ, ഉമ്മക്കായി ഉമ്മയും കാത്ത് സൂക്ഷിക്കുന്ന ഒരു ഭാര്യ. ഞാനിങ്ങനെ പറഞ്ഞു പണ്ടേ കഴിക്കാനും കല്യാണം. ഇങ്ങനെ പിന്നീട് ഫോൺ വിളിക്കുമ്പോൾ ഓളെന്നോട് സംസാരിച്ച സംസാരത്തിൽ ഞാനും വീണു. ഓള് പറഞ്ഞു പറക്കണം, നമുക്ക് കറങ്ങണം, നമുക്ക് ഇങ്ങനെ പടരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പണ്ടേ കഴിക്കാനും കല്യാണം. അവസാനം കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നാൽ, ഇപ്പം നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരി, ഒരു ഗുഡ് ആഫ്റ്റർനൂണും ഇല്ല, ഒരു ഗുഡ് മോർണിംഗ്, ഉമ്മ വണ്ടേ ഇല്ല. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലുള്ള മെസ്സേജ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു ഹായ് വിട്ടാൽ ഒരു ഹോയും ഇല്ല. വൈകുന്നേരം ആകുമ്പോൾ ഒരു മെസ്സേജ് ഉണ്ടാവും, ഉള്ളി വാങ്ങണേ, മത്തി ചീഞ്ഞിക്കുണ്ടെ നിങ്ങളവിടെ കാറ്റൂല. നിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഒരു അളിഞ്ഞ മെസ്സേജിൽ വരും. നിങ്ങളെല്ലാം എങ്ങനെയുണ്ട് സാർ? ഇപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണത്തിന് മുമ്പുള്ള പ്രണയമല്ല ഇപ്പൊ എനിക്ക്. പക്ഷെ അത് എല്ലാ കുടുംബത്തിലും അവിടെയാണ് നമ്മളെ പാളിച്ച. എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്നും എങ്ങനെ കുട്ടികളെ പോറ്റണമെന്നുള്ള ഒരു ബാലപാഠം നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. എന്തിനാണ് കുടുംബസംഗമം നടത്തുന്നതെന്ന് വെച്ചാൽ ആർക്കും വ്യക്തമായ മറുപടിയില്ല. ഈ കുടുംബസംഗമത്തിന്റെ ഒക്കെ പിന്നാമ്പുറത്ത് കുറെ കഥകളുണ്ട്. നമുക്കൊക്കെ ഒന്നിച്ച് കാണാൻ, നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ, നമ്മുടെ പുറകിൽ ഇത്രയേറെ ആളുകളുണ്ട് എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ഒത്തൊരുമിക്കലാണ്. ജീവിതത്തിൽ ഒരു കൊല്ലത്തിൽ ഒരു ദിവസം ഈ മാറ്റിവെച്ചാൽ ഉണ്ടാവുന്ന ഗുണമുണ്ടല്ലോ. എവിടെ കാണുമ്പോഴും കുടുംബത്തെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചങ്കൂറ്റുണ്ടല്ലോ. ഒരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ നമ്മളെ കുടുംബത്തിൽ ഒരുത്തരെ കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ ടെൻഷൻ ഉണ്ടാവുക? ബസ് കയറുമ്പോൾ നമ്മളെ കുടുംബത്തിൽ ഒരുത്തരെ കണ്ടാൽ ടിക്കറ്റ് ഓൻ എടുക്കുമെങ്കിലും നമുക്ക് എന്താ കുഴപ്പം? അങ്ങനെ എല്ലായിടത്തും ഒരു സാന്ത്വനമാവാൻ നമ്മളെ കുടുംബത്തിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ. അത് അനുഭവിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കൂടിയേ മതിയാവുള്ളൂ. ഇവിടെ വരാത്തവർക്ക് എപ്പോഴും ദുഃഖമുണ്ടാവണം. അത്രയേറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറ്റണം നമുക്ക്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ട്. നോക്കുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനും ഓളും കാണുമ്പോൾ യുദ്ധമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യനെ കണ്ണെടുത്താൽ കണ്ടുവിടാണ്ടുള്ളൂ. എന്നെ കാണുന്ന രാവിലെ എണീക്കുമ്പോൾ ഓള് തുടങ്ങും ഊര വേദന, കഴുത്ത് വേദന,
ചെക്കൻ്റെ ഫീസ്, മറ്റോൻ്റെ മൂക്കൊലിപ്പ്, ഇത് രാവിലെ തന്നെ കേൾക്കുമ്പോൾ എനിക്ക് ചൊറിച്ചലാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സാർ? നിങ്ങളെ വീട്ടിൽ മൂക്കൊലിപ്പൊന്നുമില്ല, ഊരവേദനയൊന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യനെ ഓളെ ഊരവേദന എനിക്ക് പ്രശ്നമുള്ളൂ. എൻ്റെ ആ വീട്ടിൻ്റെ അപ്പുറത്തോ എൻ്റെ ഊരവേദന എല്ലാം കാണുമ്പോൾ ഭാര്യൻ്റെ ഊരവേദന വരുമ്പോൾ ഞാൻ ഇടപെടും. ഞാൻ ഒരു ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഞാൻ വേണമെങ്കിൽ വടകര നല്ല ഡോക്ടറുണ്ട്, എൻ്റെ ബൈക്കിൻ്റെ വേക്ക് കയറിക്കോ, ഞാൻ ഇന്ന ഡോക്ടറെ കാണിച്ചു. എൻ്റെ ഭാര്യനെ അപ്പുറത്തെ വീട്ടിലോ എൻ്റെ ഭാര്യനെല്ലാം ഡോക്ടറെ കാണിക്കാൻ എനിക്ക് മുട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യനെ മാത്രമാണ് മുട്ടാത്തത്. നിങ്ങൾക്കോ? ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബത്തിലും കല്യാണം കഴിഞ്ഞാൽ 2 കുട്ടികൾ ഉണ്ടായാൽ ഉണ്ടാവുന്ന സ്ഥിതി ഇത് തന്നെയാണ്. ഇതിന്റെ എങ്ങനെയാ കൂടുമ്പോൾ ഇമ്പമുള്ളതെന്ന് പറയാൻ പറ്റുക? അതുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല, കല്യാണം കഴിഞ്ഞാൽ കുടുംബമാവുമ്പോൾ പ്രാരാബ്ദങ്ങളുണ്ട് എന്ന്, പ്രശ്നങ്ങളുണ്ട് എന്ന്, നിങ്ങൾ എപ്പോഴും പറക്കാൻ കഴിയുന്ന ഒരു ജീവിതമല്ല എന്ന് ഈ മക്കളെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. അവിടെയാണ് വിഷയം. നമ്മളെല്ലാം ജീവിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് ഈ യുവതലമുറ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 1-2 ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളെ കുടുംബം എങ്ങനെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയുണ്ട്? ഈ കുട്ടികളൊക്കെ പറഞ്ഞാൽ അനുസരിക്കുമോ? രാവിലെ എഴുന്നേൽക്ക് എന്ന് പറയാം, 6 മണിക്ക് എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ എഴുന്നേൽക്കുന്നുണ്ടാ? രാത്രി 10 മണിക്ക് ഉറങ്ങുന്ന പറയുമ്പോൾ പടാന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാ? നിങ്ങൾ കൊടുക്കുന്ന മമ്പയരും മുതിരി ഈറ്റകൾ തിന്നുന്നുണ്ടാ? മുടി വിചാരിച്ചെടുത്ത് കിട്ടുന്നുണ്ടാ? ട്രൗസർ ഉടുക്കേണ്ടടുത്ത് തന്നെയാണ് ഉടുക്കുന്നത്. ഐശ്വരി. എന്നിട്ട് നിങ്ങളെ പേര് ഉമ്മ, ഈറ്റകള് കുട്ടികള് കമാന്നൊരു അക്ഷരം അനുസരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ കുട്ടിയും ഉമ്മയും ആവുക? ഈ കുട്ടിയും ഉമ്മയും ഉത്തരവാദിത്വ ബോധമില്ലെങ്കിൽ എങ്ങനെയാ കുടുംബമാവുക? ഈ കുട്ടികൾ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നറിയോ നിങ്ങള്? ഒരു കാര്യങ്ങൾ ഓർമ്മിച്ചോ, ഈ കുട്ടികളെ കുഴപ്പമല്ല. ഈ കുട്ടികളെ പ്രശ്നം എന്നറിയോ? ഇതൊക്കെ നല്ല തങ്കപ്പെട്ട കുട്ടികളെ കണ്ടില്ല എങ്ങനെ ഇരിക്കുന്നത്? ഈ കുട്ടികൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ. പക്ഷെ രക്ഷാകർത്താക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ? 2K കിഡ്സ്. ഈ കുട്ടികളുടെ പേര് 2K കിഡ്സ് എന്ന്. അതായത് 2000-ന് ശേഷം ജനിച്ച കുട്ടീന്റെ പേര് 2K കിഡ്സ് എന്നാ. ഈ 2K കിഡ്സിന്റെ പ്രശ്നം എന്നറിയോ? 14 മിനിറ്റാണ് ഈറ്റേക്ക് ഒരുത്തേലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റൂ. അപ്പൾക്ക് ഈറ്റേക്ക് ചൊറിയൂ. നിങ്ങൾ എന്ത് കൊടുത്താലും ഒരു അപ്പോഴും ആയിട്ടുകൾ ആടെ ഇട്ടിട്ട് വേറൊന്ന് ഇങ്ങനെ മാന്തി ഇങ്ങനെ കളിച്ചോണ്ടേയിരിക്കും. നമ്മളൊക്കെ 90-70 കിഡ്സാണ്. നമുക്ക് 90-70 കിഡ്സാ. 90-70 കിഡ്സിന്റെ പ്രത്യേകത ഒരു 40 മിനിറ്റ് ഒരുത്തേലിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ സ്കൂളിലെ പീരീഡ് 40 മിനിറ്റ് ആക്കിയത്. കാരണം 40 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കണക്കും കയറൂല, ഒന്നും അങ്ങ് കയറൂല. ആ മാഷ കൊല്ലുമെന്ന് തോന്നും. ഇപ്പോഴത്തെ കുട്ടികൾ 14 മിനിറ്റ് മാത്രമേ ആ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന ആളിന്റെ പേര് പാരന്റ് എന്നാ. ഇപ്പൊ നിങ്ങൾക്കും എനക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് ഈ കുട്ടികളെ നിങ്ങൾ ആദ്യം അങ്ങ് മനസ്സിലാക്കണം. നിങ്ങൾ ഈ കുട്ടികൾ 6 മണിക്ക് എഴുന്നേൽക്കാത്തതിൽ എനിക്ക് ഈ കുട്ടികളോട് ഒരു പരാതിയില്ല. എനിക്ക് പരാതി ആരാടാണെന്നറിയോ? ഈ കുട്ടീനെ പോറ്റുന്ന ഉമ്മയോടും ഉപ്പയോടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയോ നിങ്ങള്? ഈ കുട്ടികളൊക്കെ രാവിലെ എഴുന്നേൽക്കണത്, ഈ കുട്ടികൾ ഗുണ്ടകളാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാ? ലോകത്തെ ഏറ്റവും മികച്ച കള്ളന്മാരാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാ? ഈ കുട്ടികൾ നല്ലൊരു കൊലപാതകയാണെന്ന്, ഏതെങ്കിലും കുട്ടി മോശക്കാരനാണെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ആയി മാറുന്നത്? അതിന് കാരണം എന്താ അറിയോ? ഈ കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ കുട്ടികൾ 18 വയസ്സ് വരെ ഈ കുട്ടികളുടെ ഈ മനുഷ്യന്മാരുടെ പേര് കുട്ടി എന്നാണ്. ഈ മനുഷ്യന്മാരുടെ പേരെന്താ പേര്? 18 വയസ്സ് വരെ കുട്ടിയാണ്. നിങ്ങളെ വീട്ടിൽ ഒരു 10 തട്ട് വീടുണ്ടെങ്കിലും ഈ കുട്ടികൾ വെളുത്തിട്ടാണെങ്കിലും കറുത്തിട്ടാണെങ്കിലും A+ ഉണ്ടെങ്കിലും ഒരു വസ്തു ഇല്ലെങ്കിലും 18 വയസ്സ് വരെ നിങ്ങളെ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യജന്മങ്ങളുടെ പേര് കുട്ടി എന്നാണ്. കുട്ടിയെ കുട്ടിയായി കാണാൻ പാരന്റ്സിന് കഴിയണം. ഓക്കെ? കുട്ടീന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ പറഞ്ഞ ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം ഈ സംഗതിയിലുണ്ട്. ഈ കുട്ടി അനുസരിക്കാത്തത് എന്തുകൊണ്ട്? എഴുന്നേൽക്കാത്തത് എന്തുകൊണ്ട്? ഈ കുട്ടി ഒരു എന്തെല്ലോ പോലെ ആയിപ്പോകുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ. വളരെ സിമ്പിളാണ്. ഈ കുട്ടിക്ക് 4 പ്രത്യേകത ഉണ്ട്. ഈ കുട്ടിയുടെ ഒന്നാമത്തെ പ്രത്യേകത 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വലിയ ബുദ്ധിയാണെന്ന് നിങ്ങൾക്ക് അങ്ങ് തോന്നും. ശരിയാണോ തെറ്റാണോ? നമ്മളെക്കാളും ബുദ്ധി ഉണ്ടെന്ന് തോന്നും. എങ്ങനെ ഈറ്റയുടെ ബുദ്ധി നിങ്ങൾ അളക്കുന്നത്? ഒന്ന്, ഈ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ പല ഉമ്മമാർക്കും ഒരു ചൊറിച്ചലാണ്. എന്നെക്കാളും നല്ലോണം അവനാണ് ഉപയോഗിക്കുക. ഓന്റെ ഉപ്പ ബൈക്ക് ഓടിക്കുമ്പോൾ വിറയുണ്ട്, ഓന് വിറയില്ല. അവന് ഇങ്ങനെ മഹത്വങ്ങൾ ഇങ്ങനെ വാനോളം പാടിപ്പുകഴ്ത്താൻ രക്ഷാകർത്താക്കൾക്ക് വലിയ താല്പര്യമാണ്. ശരിയാണോ തെറ്റാണോ? ഒരു കാര്യങ്ങൾ ഓർപ്പിച്ചോ, ലോകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി മികച്ച കുട്ടിയല്ല. മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടി മികച്ച കുട്ടിയല്ല. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്നവൻ മോശക്കാരനുമല്ല.
എന്തിനു വേണ്ടിയാണോ ഉപയോഗിക്കേണ്ടത് അതിനു വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, അതിനു വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ കേരളത്തിന്റെ കുട്ടിയുടെ പേര് ദീപിനി എന്നാണ്. കീം പരീക്ഷയിൽ 4ാം റാങ്ക് കിട്ടിയ അബ്ബാസ് എന്ന് പറയുന്ന ഞങ്ങൾ കോഴിക്കോട് ജില്ലക്കാരനാണ്. കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷയിൽ 1ാം സ്ഥാനം കിട്ടിയ ആന്റണി സാറിന്റെ ഞങ്ങളുടെ SI സാറിന്റെ മോള് നിങ്ങളെ താമരശ്ശേരിക്ക തിരുവമ്പാടിക്കാരെത്തിക. ഈ 4 കുട്ടികളും അവരെങ്ങനെ ജയിച്ചു 1ാം റാങ്കിലേക്ക് എത്തിയെന്ന് അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മക്കളെ പഠിപ്പിച്ചോ? അത് നിങ്ങൾ കേൾപ്പിച്ചോ? ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഹൈദരാബാദിൽ വിമാനം എങ്ങനെയാ വീണേന്നില്ല പ്രശ്നം, അത് എവിടെയെങ്കിലും വീട്ടെ. പക്ഷെ നമ്മളെ മക്കൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ബാലപാഠം നിങ്ങൾ എപ്പോഴെങ്കിലും മക്കൾക്ക് പറഞ്ഞു കൊടുത്തോ? ഇല്ലല്ലോ. ഈ മക്കള്, ഈ ദീപിനിയും ഈ അബ്ബാസും ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയിലെ കുട്ടികളെല്ലാം പറഞ്ഞത് ഒരൊറ്റ വർത്തമാന, ഈ മത്സര പരീക്ഷയിൽ ഒന്നാമതെത്താൻ എനിക്ക് കരുത്തേകിയത് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഡോക്ടർ ആവണമെന്നുള്ള സ്വപ്നമുണ്ടായിരുന്നു. മറ്റോ പറഞ്ഞു എനിക്ക് എഞ്ചിനീയർ ആവണമെന്നുള്ള സ്വപ്നമുണ്ടായിരുന്നു. ഗുഗേഷ് പറഞ്ഞു എനിക്ക് ചെസ് കളിക്കാരനാവണമെന്നുള്ള ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന്. നമ്മുടെ മക്കള് എന്തെന്നാ സ്വപ്നം എന്ന് ചോദിച്ചു നോക്ക്. ഓലെ സ്വപ്നങ്ങളെല്ലാം ഓല് നേടിയെടുത്തിട്ടുണ്ട്. ഓലിക്ക് വലിയൊരു ഐഫോൺ വേണമെന്നായിരുന്നു സ്വപ്നം. ഉപ്പേനെയും ഉമ്മേനെയും നിരന്തരം പുറകെ നടന്ന് നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ പിടിച്ചു പറിച്ചില്ലേ? അവർക്ക് സൈക്കിൾ വേണമെന്നായിരുന്നു വാശി, അവർ സൈക്കിൾ നിങ്ങളെ കൊണ്ട് മേടിപ്പിച്ചില്ലേ? സ്കൂളിൽ നിന്ന് യാത്ര പോകണമെന്നുള്ള സ്വപ്നമുള്ള കുട്ടി സ്കൂളിൽ നിന്ന് യാത്ര പോയില്ലേ? ഏതെങ്കിലും കുട്ടി പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് കുറെ പുസ്തകം വായിക്കണം, എനിക്ക് കുറെ ഫുട്ബോൾ കളിക്കണം എന്ന് ഏതെങ്കിലും കുട്ടി പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ ആ കുട്ടിയിൽ ഒരു സ്വപ്നം ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞില്ല. ആ സ്വപ്നം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതിന് കാരണം ആ കുട്ടിയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. അതിന് ഞാൻ പറയാം, ഈ ദീപിനിയുടെ ഇന്റർവ്യൂ കേൾപ്പിക്കണം നിങ്ങൾ, അബ്ബാസിന്റെ ഇന്റർവ്യൂ കേൾപ്പിക്കണം, ഗുഗേഷിന്റെ ഇന്റർവ്യൂ കേൾക്കണം. ഈ കുട്ടികള് ഗുഗേഷ് പറഞ്ഞ എന്താ, 3.5 വയസ്സ് മുതൽ ചെസ് അക്കാദമിയിൽ ചെസ് കളിക്കാൻ പോയ 3.5 വയസ്സുകാരന്റെ തമിഴ്നാട്ടുകാരന്റെ പേര് ഗുഗേഷ് എന്നാ. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെതിരെ 5 വിക്കറ്റ് നേടിയ ഒരു ബൗളർ ഉണ്ട് ഇന്ത്യയുടെ, പേര് സിറാജ് എന്നാ. കേട്ടിട്ടുണ്ടോ? ഈ സിറാജും ഗുഗേഷും ഈ റൊണാൾഡോവും മെസ്സിയൊന്നും കോടീശ്വരന്മാരുടെ മക്കളല്ല, കലാഭവൻ മണി കോടീശ്വരന്റെ മക്കളല്ല. ഇവരൊക്കെ താഴ്ന്ന കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നവരാണ്. സാധാ സിറാജിന്റെ ബാപ്പ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അറിയോ നിങ്ങള്? 58 കിലോമീറ്റർ ദിവസവും ഈ ഓട്ടോറിക്ഷയിൽ ബൗളിംഗ് പ്രാക്ടീസിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി ആ ബൗളിംഗ് പ്രാക്ടീസ് കഴിയുന്നതുവരെ അവിടെ നിന്ന് തിരിച്ച് ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തിച്ച ഓട്ടോ ഡ്രൈവറാണ് സിറാജിന്റെ ബാപ്പ. നാട്ടുകാർ മുഴുവൻ സിറാജിന്റെ ബാപ്പയോട് പറഞ്ഞു നിങ്ങൾക്ക് വരാന്താണ്, ഈ ചെക്കനെ ചെറുപ്പത്തിലെ ബൗളിയെ എറിയാൻ പഠിപ്പിക്കുക, എനിക്ക് പൊട്ടനാണോ എന്ന് ചോദിച്ചപ്പോ സിറാജിന്റെ ബാപ്പ പറഞ്ഞെന്നറിയോ, പൊട്ടനോ കിട്ടനാണോ എന്നൊന്നും ഞാൻ അറിയില്ല, എന്റെ മകന് ബൗള് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അവന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കും. പക്ഷേ ആ ബാപ്പയുടെ മകൻ ലോകത്തെ ഏറ്റവും മികച്ച ഒരു ബൗളറായി മാറി എന്നുള്ളത് ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. ഇനി റൊണാൾഡോ, CR7 എന്ന് പറയുന്ന റൊണാൾഡോന്റെ അമ്മ അപ്പുറത്തെ വീട്ടിൽ പാത്രം കഴുകിയിട്ട് എച്ചിൽ ഭക്ഷണം കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് മോനെ പോറ്റിയത്. പക്ഷെ റൊണാൾഡോന്റെ അമ്മ 3.5 വയസ്സ് മുതൽ ആ കുട്ടീനെ ഫുട്ബോൾ അക്കാദമിയിൽ കൊണ്ടുവിട്ട്, ആ ഫുട്ബോൾ അക്കാദമിയിൽ നിന്ന് 3.5 വയസ്സ് മുതൽ പഠിച്ചു വന്ന റൊണാൾഡോ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായത്. ആവിർഭാവ് എന്ന് പറയുന്ന ഒരു ചക്കനുണ്ട് കേരളത്തിൽ, 6 വയസ്സുള്ള ചക്കൻ. സ്റ്റാർ ഐഡോൾ എന്ന് പറയുന്ന പാട്ടു മത്സരത്തിൽ ഇന്ത്യയിലുള്ള 140 15 വയസ്സിന് താഴെയുള്ള മക്കളോടൊപ്പം മത്സരിച്ച് 120 പാട്ടുകൾ കാണാപ്പാടം പഠിച്ച് പാടി ലക്ഷങ്ങൾ കോടികൾ സമ്പാദിച്ച 6 വയസ്സുകാരന്റെ പേര് ആവിർഭാവ് എന്ന. ആ ആവിർഭാവിന്റെ ഇന്റർവ്യൂകളൊന്ന് കേൾപ്പിക്കണം നിങ്ങളെ മക്കളാ. എത്ര മെച്ചോർഡായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. ഗുഗേഷ് പറഞ്ഞു, 6 വയസ്സുള്ള ഗുഗേഷ് ചെന്നൈയിലെ 1ാം നമ്പർ ചെസ് താരമായപ്പോ ഗുഗേഷ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഗുഗേഷോട് ചോദിച്ചു, ഗുഗേഷ് നിനക്ക് ആരാവാനാണ് ഇഷ്ടമെന്ന് 6 വയസ്സുള്ള ചെക്കനോട് ചോദിച്ചപ്പോ 6 വയസ്സുകാരൻ പറഞ്ഞു, എനിക്ക് 18 വയസ്സാകുമ്പോഴേക്കും ലോകത്തെ ചെസ് ചാമ്പ്യനായി മാറണമെന്ന്. ആ ഇന്റർവ്യൂവിന്റെ താഴെ മലയാളികൾ എഴുതിയ കമന്റ് ഒന്ന് വായിച്ചു നോക്കുങ്ങള്. പൊട്ടെ, ഇവൻ ഏടാ ജയിക്കുന്നു കൊക്കളോളോളെന്നുള്ള തോന്നിയാസം മുഴുവൻ എഴുതിയവൻ മലയാളിയാണ്. പക്ഷേ 18 വയസ്സായപ്പോ ഗുഗേഷ് ഈ ലോകത്തിന് കാണിച്ചു തന്ന എന്താ, അവൻ ലോകത്തെ ഏറ്റവും മികച്ച ചെസ് ചാമ്പ്യനായ കാൾസനെ തോൽപ്പിച്ചുകൊണ്ട് ലോകത്തെ 1ാം നമ്പർ ചെസ് ചാമ്പ്യനായി മാറി. എത്രാമത്തെ വയസ്സിലെ സ്വപ്നമായിരുന്നു പറ? 6 വയസ്സിലുള്ള സ്വപ്നമായിരുന്നു. റൊണാൾഡോ ഫുട്ബോൾ കളിക്കാരനാവണമെന്ന് ഏത് വയസ്സിൽ തുടങ്ങിയ സ്വപ്ന? 3.5 വയസ്സിൽ തുടങ്ങിയ സ്വപ്ന. എടോ ചങ്ങ, എനിക്ക് എത്ര വയസ്സായി? നിന്റെ സ്വപ്നം എന്താ?
ഇവൻ ഒരു സ്വപ്നം ആകാശത്ത് കൂടി ഇപ്പവും പറക്കുന്ന താല്പര്യം, മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു ലക്ഷ്യബോധം. എടാ കുട്ടി, ഇന്റെ സ്വപ്നം എന്താ? BA അങ്ങനെ ആവും. സൂക്ഷിക്കണം. ഇവക്ക് കോടീശ്വരിയാവാനാണ് ഇഷ്ടം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം MDMA വിൽക്കലാണ്. അവിടെയാണ് വിഷയം. കോടീശ്വരനാവാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ഏതാ? ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടീനെ നമ്മൾ മേടിക്കണ്ടേ? നിങ്ങൾ ഏതെങ്കിലും നിങ്ങളെ മക്കളോട് ചോദിച്ചോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, എന്റെ കുട്ടി അങ്ങനെ ആവൂല എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. കുട്ടി വിചാരിച്ചതേ ആവൂ. ഉമ്മയും ഉപ്പയും വിചാരിച്ചത് കുട്ടി ഒരിക്കലും ആവൂല. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഉമ്മക്ക് എന്ത് ചെയ്യണം? ഈ VKC കുടുംബത്തിൽ ഓരോ മക്കളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവരെ ജീവിപ്പിക്കാൻ പ്രാപ്തിയുള്ള പാരന്റായിട്ട് നിങ്ങൾ മാറണം. അതിന് ജീവിതത്തിൽ വിജയിച്ച മക്കളെ, അതിന് ഞാൻ പറയാം, നിങ്ങൾ ഈ മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഇപ്പോൾ ഒരു 16 വയസ്സുകാരൻ ആമിലല്ലേ? ഓലൊന്നും SLCക്ക് A+ കിട്ടിയ കുട്ടികളല്ലോ. ഓല് സ്കൂളിൽ തന്നെ പോയിക്കില്ല. പക്ഷെ ഓലെ ശമ്പളം എത്രയാണെന്നറിയോ? റിച്ചാ 1490 കോടി ഉറുപ്പ്യ. യാമിൽ എന്ന് പറയുന്ന 16 വയസ്സുകാരൻ ഫുട്ബോൾ കളിച്ചിട്ട് ഒരു കൊല്ലം വീട്ടിൽ കൊണ്ടുവരുന്നത്. വൈഷ്ണവ് സൂര്യവംശായി എന്ന് പറഞ്ഞ ഒരു 14 വയസ്സുകാരനുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ, ബീഹാറുകാരനാണ്. അണ്ടർ-19 ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയലിന് വേണ്ടിയിട്ട് കളിച്ച ആ 13 വയസ്സുകാരന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് 1,35,00,000 ഉറുപ്പ്യ. 14 വയസ്സുകാരൻ. എടാ കുട്ടാ, എനിക്ക് എത്ര വയസ്സായി? 14. ഇനി വീട്ടിൽ ഇപ്പൊ എത്ര കൊണ്ടുകൊടുത്ത്? ഗുഗേഷ് 18 കോടി, വൈഷ്ണവ് സൂര്യവംശായി 1,35,00,000 ഉമ്മേന്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ കളിച്ച പൈസയായത് പിടിച്ചോളി. ആവിർബാബ് 6 വയസ്സുള്ള ചെക്കൻ കോടികൾ കൊണ്ടുകൊടുത്ത് വീടെടുത്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ സക്സസ് ആവുമ്പോൾ നമ്മളെ കുട്ടികൾ എന്താ ഇപ്പോഴും നമ്മളിൽ നിന്ന് ഇങ്ങനെ പരാത ജീവികളായി ജീവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മളെല്ലാം ജീവിച്ച കുടുംബത്തിലുള്ള പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയ സ്വത്തുക്കൾ അനുഭവിക്കുക എന്നല്ലാതെ നമ്മൾ നേടിയെടുത്ത എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ടോ? അതുകൊണ്ട് എനിക്ക് ഈ VKC കുടുംബത്തിലെ രക്ഷാകർത്താക്കളോട് പറയാനുള്ളത്, നിങ്ങളെ പാരമ്പര്യ സ്വത്തല്ല അവിടെ നിൽക്കട്ടെ. ഉപ്പാപ്പ കാനെല്ലാം ഉണ്ടായിക്കോട്ടെ, അതാണ് അടയം മാറ്റി കെട്ടുങ്ങൾ. നമ്മുടെ മക്കളിലൂടെ എന്ത് ഉണ്ടാക്കാൻ പറ്റിയെന്ന്, നമ്മുടെ മക്കൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു നല്ല ബാപ്പയും ഉമ്മയുമായിട്ട് നിങ്ങൾ മാറണം.